ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. ക്രിമിനൽ ജസ്റ്റിസ് സീരീസിലെ ആദ്യ സീസണിലെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഇതിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആദ്യം തന്നെ ഹീറോയുടെ അളിയനാണ് കാണിക്കുന്നത്. പുള്ളി ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകാൻ റെഡിയാവുകയാണ്. ആ സമയം ചേച്ചിയോട് പറയുന്നുണ്ട്, ഒന്നിനും സമയമില്ല, ഭയങ്കര തിരക്കാ, മെട്രോ പിടിക്കണം. ആ സമയം ചേച്ചി വന്നിട്ട് പറയും, ഈ ചെക്കുകളിലൊന്ന് സൈൻ ചെയ്യാൻ. അപ്പോൾ അളിയൻ ചോദിക്കുന്നുണ്ട്, നീ ഈ സമയമില്ലാത്ത സമയത്താണോ ഇതൊക്കെ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ചേച്ചി 4 ചെക്ക് എടുത്ത് വെച്ചേക്കും. ഇത് അളിയൻ കണ്ടിട്ട് ചോദിക്കും, ഇതെന്താ 4 ചെക്ക്? അപ്പോൾ ചേച്ചി പറയും, കറണ്ട്, ഗ്യാസ്, മൊബൈൽ, പിന്നെ വണ്ടിയുടെ EMI. ഈ വണ്ടിയുടെ ചെക്കെന്ന് പറയുമ്പോൾ അളിയൻ ചോദിക്കും, ഏതാ നിൻ്റെ അനിയൻ ഭദ്രമായിട്ട് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കുന്ന വണ്ടിയുടെ ആണോ? ഇതൊക്കെ പറഞ്ഞിട്ടും അളിയൻ സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അളിയൻ അവിടെ നിന്ന് ഇറങ്ങുന്നതും ചേച്ചി ഓടി വന്ന് ഈ ചെക്കിൽ 5 ലക്ഷം രൂപ എഴുതിയിട്ട് നമ്മുടെ ബായിക്ക് അയക്കും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഹീറോനെയാണ് കാണിക്കുന്നത്. അവിടുത്തെ ഒരു പോലീസ് ഹീറോനെ ബായിയുടെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇനി നിൻ്റെ താമസം ഇവിടെയാണെന്ന് പറയുന്നു. അപ്പോൾ ഹീറോ അകത്തേക്ക് കയറി പോകുമ്പോൾ തന്നെ ബായ് ഹീറോനെ ഒന്ന് നോക്കിയിട്ട് പറയും, നിൻ്റെ ചേച്ചിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ, നിൻ്റെ രക്ഷയ്ക്കുള്ള പൈസ കിട്ടുമെന്നു. ഇതുപോലൊരു ചേച്ചിയെ കിട്ടാൻ പുണ്യം ചെയ്യണം. പിന്നെ ഈ നല്ലതും ചീത്തയെന്നൊക്കെ പറയുന്നത് അത് ദൈവത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ ഞാൻ പറയുന്നത് നടക്കൂ. നല്ലതിനെ പോകാനും വിടില്ല, എന്നാൽ ചീത്തതിനെ നടക്കാനും വിടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമയം ഹീറോ ആ മുട്ടേനെ നോക്കുന്നുണ്ട്. അപ്പം മുട്ട പറയും, ഞാൻ നിൻ്റെ പുറത്ത് കത്തി കൊണ്ട് പോളിയതുകൊണ്ടാണ് നിന്നെ അവൻ വെറുതെ വിട്ടെ, ഇല്ലായിരുന്നു തീർത്തേനെ. ഇപ്പം നമ്മുടെ ഹീറോ ബായുടെ ആളായി കഴിഞ്ഞു. ഹീറോ ഇപ്പോഴാണ് ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഒരാൾ വന്ന് ഹീറോനെ ഉറങ്ങിയത് മതിയെന്ന് പറഞ്ഞ് വിളിച്ചെണീപ്പിച്ച് കൊണ്ടുപോകും. ഈ പോകുന്ന വഴിയിൽ ഈ ഹീറോനെ വിളിച്ചു കൊണ്ടുപോകുന്ന ആൾ അവിടെ ആശാരിപ്പണി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ഉളി മേടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോനെ നേരെ ജയിലിലെ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ബായി അവിടെ ഇരുന്ന് ചപ്പാത്തി ചുടുവാണ്. ഇന്നു മുതൽ നിൻ്റെ പണിസ്ഥലം ഇതാണെന്ന് പറഞ്ഞ് തൊട്ടടുത്തേക്കുന്ന ആളോട് ഇവനെ ഒന്ന് വാച്ച് ചെയ്തോണം, അതുപോലെ തിരിച്ച് അവനെയും വാച്ച് ചെയ്യണമെന്ന് ഹീറോയോട് പറഞ്ഞിട്ട് ബായ് അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ് ബായ് ഹീറോനെ ജയിലിൽ വന്ന സമയത്ത് ടോർച്ചർ ചെയ്തവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഈ നേരത്തെ ഉളി മേടിച്ചവൻ ഹീറോയുടെ കയ്യിൽ ആ ഉളി വെച്ച് കൊടുത്തിട്ട്, നിനക്കവൻ പണിയൊന്നുമില്ലേ, അവനെ തിരിച്ച് പണിയാൻ പറയും. ഹീറോയ്ക്ക് ചെയ്യാൻ പറ്റാതെ നിൽക്കും. ആ സമയം ഈ ടോർച്ചർ ചെയ്തവൻ പറയും, അവൻ ആണുങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അവന് പെണ്ണുങ്ങളെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. ഇതവൻ പറഞ്ഞ് തീരുന്ന സമയം ബായ് എണീറ്റ് ഒരൊറ്റ അടി കൊടുക്കും അവന്. എന്നിട്ട് ആൾക്കാരോട് തീർക്കടാന്ന് പറയും. ആ സമയം ബാക്കിയുള്ളവന്മാർ വന്ന് അവനെ ആ ഉളി വെച്ച് കുത്തും. എന്നിട്ട് ഹീറോയോട് ബായ് പറയും, ഇവിടെ ജയിലിനുള്ളിൽ 2 തരം ആൾക്കാരേ ഉള്ളൂ, ഒന്ന് തല്ലാനും ഒന്ന് തല്ലുകൊള്ളാനും. ഇതിലേത് ടൈപ്പിൽ പോകണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഹീറോയുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കും. അപ്പോൾ ബായ് പറയും, ഇവന് ഈ പണി കൊടുക്കാൻ ചിലവായത് രൂപ 50,000, ആ 5 ലക്ഷത്തിൽ നിന്ന് അത് പോയി കിട്ടി, ഇനി അങ്ങോട്ട് ചിലവായിരിക്കും എന്നും പറഞ്ഞ് ബായ് അവിടെ നിന്ന് പോകും. അവിടെ നിന്ന് സീൻ കട്ടിയത് ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ അച്ഛൻ്റെ അമ്മയുടെ കട കാണിക്കും. അവിടേക്ക് 2 പോലീസുകാർ വന്നിട്ട്, നിങ്ങൾ ആദിത്യ ശർമ്മയുടെ അച്ഛനും അമ്മയല്ലേ എന്നും പറഞ്ഞ് ഇവരകത്ത് കയറി അവിടെ നിന്ന് ചാക്ക് കണക്കിന് സാധനങ്ങൾ മേടിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഈ സാധനവും മേടിച്ചിട്ട് അവർ പൈസ കൊടുക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് കണ്ടിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അച്ഛനും അമ്മയും നിൽക്കും. അവിടെ നിന്ന് സീൻ കട്ടിയത് വീണ്ടും ജയിൽ കാണിക്കും. അവിടെ നിന്ന് ഹീറോനെ കാണാൻ ഇപ്പോൾ നമ്മുടെ വക്കീൽ വന്നിട്ടുണ്ട്. വക്കീൽ പറയും, ഇവിടെ എൻ്റെ ഒരു ക്ലയൻറ്റ് കിടപ്പുണ്ട്, അവനെ കാണാൻ വന്നതാ, എന്നാൽ പിന്നെ നിന്നെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഹീറോ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ചോദിക്കും. അറിയില്ല, അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ നിൻ്റെ വക്കീലല്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും. ഇനിയും ഞാൻ എത്ര കാലം ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് ഹീറോ വക്കീലിനോട് ചോദിക്കും. അപ്പോൾ വക്കീൽ പറയും, കോടതിക്ക് കണ്ണുണ്ടോ ചെവിയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല മുടന്തുണ്ടെന്നറിയാം, ഒച്ചിനെ പോലെ നീങ്ങുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് നിൻ്റെ ഹിയറിംഗ് അല്ലേ, അപ്പോൾ നോക്കാം. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും നീ നിന്നെ തന്നെ സ്വയം രക്ഷിച്ചോളണം. ഇവിടെ ഉള്ളവരൊക്കെ അറിയാമല്ലോ, കാരണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നിട്ടേ കാര്യമുള്ളൂ. ഇവിടെ വരാൻ സാറ് ബുദ്ധിമുട്ടി കാണും, പക്ഷെ എന്തായാലും സാർ ഇതുവരെ വന്നല്ലോ, ഒരുപാട് നന്ദിയുണ്ടെന്ന് ഹീറോ പറയും. ആ സമയം വേറൊരാളെ കാണാൻ വന്ന ഒരാൾ അവിടെ ജയിലിൽ കിടക്കുന്നവൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനം കൊടുക്കും. അപ്പോൾ ഇത് പോലീസുകാർ കണ്ടിട്ട് എന്താടാ കൊടുക്കണമെന്നും പറഞ്ഞു ഭയങ്കര പ്രശ്നം അവിടെ. ആ സമയം വക്കീൽ ഹീറോയോട് പോകാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ നമ്മുടെ വക്കീൽ ഈ മൊട്ട പോലീസിനെ കൊണ്ട് സനയ മരിച്ച ഫ്ലാറ്റിലേക്ക് വരും. അവിടെ എത്തുമ്പോൾ മൊട്ട പോലീസ് പറയും, എടാ വക്കീലെ, തനിക്ക് വേണ്ടത് പെട്ടെന്ന് എടുത്തിട്ട് ഇറങ്ങണം, ചീഫ് അറിയാതെയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്, അറിഞ്ഞാൽ എൻ്റെ പണി പോവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നമ്മുടെ വക്കീലകത്ത് കയറി അവിടെ ഫ്ലാറ്റിനകവും പോലീസുകാർ മാർക്ക് ചെയ്ത് വെച്ച സ്ഥലങ്ങളും വക്കീൽ ഫോട്ടോ എടുക്കും. ആ സമയം വക്കീൽ മൊട്ട പോലീസിനോട് ചോദിക്കും, നിങ്ങൾ ഈ മരിച്ച പെണ്ണിനെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചോന്നു? അവിടെ അന്വേഷിച്ചു, ഇവിടെ ഒരു ജോക്കർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ജിമ്മി ഡിസൂസ, അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ്, അവൾ മരിച്ച രാത്രിയിൽ ഇവന് 9 തവണ അവളെ വിളിച്ചേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വക്കീലിനൊരു ഡൗട്ട്, ഇതെന്തിനാ 9 തവണ വിളിച്ചേ എന്ന് പോലീസിനോട് ചോദിക്കും. പഴയ കാമുകനല്ലേ, പിന്നെ അവൻ്റെ പ്രായം അതല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് ഈ പോലീസ് പറയും. എന്നിട്ട് ഈ പോലീസ് ചോദിക്കും, താനല്ലല്ലോ ഈ കേസ് വാദിക്കുന്നത്, പിന്നെ എന്തിനാ താൻ ഇതിൻ്റെ പിറകെ നടക്കുന്നതെന്ന്. വക്കീലൊന്നും മിണ്ടാതെ നേരെ സന മരിച്ചു കിടന്ന ബെഡ്റൂമിലേക്ക് പോകും.
ഇത് ഈ പോലീസുകാരെ കണ്ടിട്ട് വേണ്ടതല്ല അതിനകത്ത് കയറി പോകണമെന്ന് പറഞ്ഞ് വക്കീലിൻ്റെ പുറകെ ഓടും. അപ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ അവിടെ കെട്ടിയിട്ടുള്ള കയറിലൊന്നും തട്ടാതെ അതിസാഹസ്യമായി ചാടി അപ്പുറത്തേക്ക് പോയി. മൊട്ട പോലീസ് അതിനകത്ത് കയറാതെ എടോ ഇങ്ങോട്ട് വാടാ, തിരിച്ചു വാടാ, എൻ്റെ പണി കളയാനായിട്ട് നീ വന്നല്ലോടാ, ഇറങ്ങി വാടാ എന്ന് പറയും. ഒന്ന് അടങ്ങി നിൽക്കണമെന്നും പറഞ്ഞ് വക്കീൽ നേരെ സനയെ മരിച്ചു കിടന്ന ബെഡിൻ്റെ ഫോട്ടോയും അവിടുത്തെ അലമാരയും ആ രക്തത്തിൻ്റെയും ഒക്കെ ഫോട്ടോ എടുക്കും. പിന്നെ ഒരു ഡ്രോ തുറക്കുമ്പോൾ ഈ വക്കീൽ സനയെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ ഒരാളുമായി കിസ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ, ആ പുള്ളിയുമായി നിൽക്കുന്ന വേറെ കുറേ ഫോട്ടോസ് വക്കീൽ കാണും. ആ ഫോട്ടോയും വക്കീൽ ക്യാമറയിൽ പകർത്തും. അത് കഴിഞ്ഞ് വക്കീൽ ഇറങ്ങി വരുമ്പോൾ ഈ മൊട്ട പോലീസ് പറയും ഇന്നത്തോടെ തനിക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് നടത്തും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഹീറോ ഇപ്പോൾ അടുക്കളയിൽ പച്ചക്കറി അരിയുന്ന സമയം ജയിലിലെ അടുക്കളാണേ. അവിടേക്ക് മൊട്ട വന്നിട്ട് ഒരു പാക്കറ്റ് ഡ്രഗ് അവിടെ നിൽക്കുന്ന ഒരാളുടെ പോക്കറ്റ് വെക്കും. അപ്പോൾ ഇത് ഹീറോ കാണും. എന്നിട്ട് ഹീറോയോട് ചോദിക്കും എല്ലാം പഠിച്ചല്ലോടോ ഇത്ര പെട്ടെന്ന്. അപ്പോൾ ഹീറോ പറയും ഇപ്പം ഇത്തിരി സമാധാനം ഉണ്ടെന്ന്. അപ്പോൾ ഉടനെ മൊട്ട പറയും എന്നാൽ അത് വേണ്ട, നീ ചെയ്യുന്ന പ്രവൃത്തി പോലെ ഇരിക്കും നിൻ്റെ സമാധാനവും സമാധാനക്കേടും ഒക്കെ എന്നീ മൊട്ട പറയും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ചീഫ് വന്ന് മൊട്ട പോലീസിനോട് ചോദിക്കും ആ ജിമ്മി ദിസൂസയുടെ പേര് ഈ ചാർട്ട് ഷീറ്റിൽ വെച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ മൊട്ട പോലീസ് പറയും ഇല്ല, അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി അതുകൊണ്ട് വെച്ചില്ലാന്ന്. അപ്പോൾ ചീഫും ഓക്കെ പറയും. അവൻ്റെ പേരെന്താ വെക്കാത്തതെന്ന് നമുക്കറിയില്ല. അടുത്ത സീനിൽ ഹീറോയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ലേഡി വക്കീലും നിക്കലത്തും വന്നു. ഈ സീൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പെട്ടെന്ന്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട, അവസാനം എല്ലാം കറക്റ്റാവും. എന്നിട്ട് ലേഡി വക്കീൽ അച്ഛനോടും അമ്മയോടും പറയും ആദിയുടെ പേരിൽ IPC സെക്ഷൻ 302, 376A, 354D, 449, 201, 353 ഇത്രയും വകുപ്പിലാണ് അവൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുള്ളതെന്ന് പറയും. തെളിച്ചു പറയുവാണെങ്കിൽ മർഡർ, റേപ്പ്, ക്രിമിനൽ അസോൾട്ട് ഓൺ എ വുമൺ, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു, പിന്നെ പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് നിലവിലെ കേസ്. ഇത്രയും കേസുകൾക്ക് ഇടയിൽ നിന്നാണ് അവൻ കുറ്റക്കാരനല്ല എന്ന് നമ്മൾ വാദിക്കുന്നത്. ഈ കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിക്ക് നമ്മൾ കൊടുത്ത അപ്പീൽ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും വലിയ ഉപകാരമായിട്ടുള്ള കാര്യമാണെന്ന് ലേഡി വക്കീൽ പറയും. ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്താണെന്ന് വെച്ചാൽ പീഡനം, കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക ആക്രമണം ഇതിൻ്റെയൊക്കെ വിചാരണ വേഗത്തിലാക്കുന്ന കോടതിയാണ്. അടുത്ത സീനിൽ ഒരു ന്യൂസ് കാണിക്കും. ബാന്ദ്ര റേപ്പ് ആൻഡ് മർഡർ കേസിൽ മുംബൈ പോലീസിന് വേണ്ടി സുനിൽ ഭണ്ഡാർക്കർ വാദിക്കും. ഇതിനു മുന്നേ പോലീസുകാർക്ക് വേണ്ടി സുനിൽ ഭണ്ഡാർക്കർ കോടതിയിൽ വാദിച്ചിട്ടുണ്ടെന്ന് ന്യൂസുകളിൽ പറയും. അടുത്ത സീനിൽ നമ്മുടെ ചീഫ് ഭണ്ഡാർ വക്കീലിനെ കാണാൻ വന്നിട്ട് ഈ കേസ് ഒരുപാട് വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിക്കുന്നു, അവൻ എന്തായാലും തൂക്കുകയറി ഉറപ്പാക്കണമെന്ന് പറയും. അപ്പോൾ ഭണ്ഡാർ പറയും പോലീസ് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തില്ലേ, ഇനി ബാക്കി എൻ്റെ പണിയില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറയും. അടുത്ത സീനിൽ ലേഡി വക്കീൽ നിക്കലത്തിനോട് പറയും ആ സനയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു ചെറിയ കാര്യം പോലും ഒന്നും വിടാതെ എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയും. നമുക്ക് തീരെ സമയമില്ല, എല്ലാം പെട്ടെന്ന് വേണമെന്ന് കൂടി പറയും. അത് കഴിഞ്ഞ് നിക്കലത്ത് ഈ സനയെ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ വരും. അവിടെ വന്ന് അവിടുത്തെ മാനേജറിനെ കണ്ട് ഹീറോയ്ക്കെതിരെ സാക്ഷി പറഞ്ഞില്ലേ ആ തന്തപ്പടി, പുള്ളിയുടെ പേര് പ്രമോദ് കാന്തർ എന്നാണ്. അയാളുടെ ഡീറ്റെയിൽസൊക്കെ തപ്പിയെടുക്കും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഹീറോ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലാക്ക് അങ്ങോട്ടേക്ക് വരും. ഈ ലാക്ക് പുറകിലൂടെ വന്ന് ഹീറോനെ ടോർച്ചർ ചെയ്യാൻ നോക്കും. ഹീറോ അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും. ഈ ഗുണ്ടപ്പൻ എന്തിൻ്റെ കഴപ്പാണോ. അത് കഴിഞ്ഞ് നിക്കലത്ത് ഒരു ഹോസ്പിറ്റൽ വരും. അവിടെ നമ്മുടെ വക്കീൽ ഈ ചൊറിച്ചിലിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഈ പെണ്ണ് വക്കീലിനോട് ഒന്ന് ചോദിക്കും ആ സനയുടെ ഡീറ്റെയിൽസ് വേണം, പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടി തന്നേക്കെന്ന് പറയും. അപ്പോൾ വക്കീൽ അതിനെന്താ എല്ലാം നിങ്ങൾ തന്നേക്കാന്നേ, പിന്നെ എൻ്റെ മൊബൈലിനൂടെ റേഞ്ചില്ല, നിങ്ങളുടെ മൊബൈൽ ഒരു 2 മിനിറ്റത്തേക്ക് തരുമോ ഒരു കാര്യം ചെയ്യാനാന്ന് പറഞ്ഞ് പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിക്കും. ഫോൺ മേടിച്ചിട്ട് അവളുടെ ഏതോ ഒരു സോഷ്യൽ അക്കൗണ്ടിൽ വക്കീൽ കയറി ആരുടെയോ ഫോട്ടോ എടുത്തിട്ട് വക്കീലിൻ്റെ ഫോൺ എടുത്ത് ആ ഫോട്ടോ എടുക്കും. എന്നിട്ട് വക്കീൽ നിക്കലത്തിനോട് പറയും ഹീറോ ആയിട്ടൊരു മീറ്റിംഗ് റെഡിയാക്കണം, അത് കഴിഞ്ഞ് ഫയൽ തരാമെന്ന്. അപ്പോൾ ഈ പെണ്ണ് പറയും എന്തോ ഈ കാണിക്കണേ, അത്യാവശ്യമാണൊന്ന് താടോ എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും തരാമല്ലോ, ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ പെണ്ണ് ഒരു ബസ് സ്റ്റോപ്പിലാക്കും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ നിക്കലത്ത് അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്ന സമയം വക്കീൽ പുറകിൽ നിന്ന് വിളിച്ച് ആ പോകുന്നതിന് മുന്നേ എൻ്റെ ഫോണിൽ ഒരു 100 രൂപയ്ക്ക് ചാർജ് ചെയ്യേ, എൻ്റെ പൊന്നേ എന്നും പറഞ്ഞ് പെണ്ണ് പോവും. അത് കഴിഞ്ഞ് നമ്മുടെ വക്കീൽ ഹീറോനെ കണ്ടിട്ട് ആ നിക്കലത്തിൻ്റെ ഫോണിൽ നിന്ന് എടുത്തില്ലേ ഫോട്ടോ, ആ ഫോട്ടോ കാണിച്ചിട്ട് പിന്നെ ഇതുപോലെ ആക്കിയെടുക്കാൻ പറയും. പിന്നെ ഹീറോയ്ക്ക് ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് നീ നാളെ കോടതി വരുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാമെന്ന് പറയും. അപ്പോൾ ഹീറോ ചോദിക്കും അതെന്തിനാന്ന്. വക്കീൽ പറയും ഞാൻ എന്തായാലും കാര്യമില്ലാണ്ടൊന്നും പറയില്ലല്ലോ, നീ അത് ചെയ്യണമെന്ന് പറയും. പിന്നെ കോടതി കയറിയിട്ട് ജഡ്ജിനെ കയറി മാഡം മാം എന്നൊന്നും വിളിക്കില്ലേ, യുവർ ഓണർ എന്ന് മാത്രമേ വിളിക്കാവൂ. പിന്നെ തല താഴ്ത്തി നിൽക്കല്ലേ, തല എപ്പോഴും ഇങ്ങനെ ഉയർത്തി പിടിച്ച് നിൽക്കണം. തല താഴ്ത്തി നിൽക്കുന്ന കള്ളന്മാരുടെ ലക്ഷണം. ഈ കേസ് നമ്മുടെ വക്കീലിനല്ലെങ്കിലും പുള്ളി ഹീറോയ്ക്ക് വേണ്ടി ഭയങ്കര സപ്പോർട്ടാണ്, എന്താണ് നമുക്കറിയില്ല. ഇത്രയും പറഞ്ഞ് നമ്മുടെ വക്കീൽ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് മൊട്ട നമ്മുടെ ഹീറോനെ മുടി വെട്ടി ഷേവ് ചെയ്ത് സുന്ദരനാക്കും. അടുത്ത സീനിൽ ഹീറോനെ കോടതി കൊണ്ടുവരും. ആ സമയം ഹീറോ വക്കീൽ കൊടുത്ത ഷർട്ടല്ല ഇട്ടേക്കുന്നത്, വേറൊരു ബ്ലാക്ക് ഷർട്ടാണ്. ഇത് കണ്ട് വക്കീൽ ഓടി വന്നിട്ട് നീ എന്താ ഞാൻ പറഞ്ഞ ഷർട്ട് ഇടാത്തതെന്ന് ചോദിക്കും. അതിന് ഹീറോ പറയും ഇതെൻ്റെ അമ്മ തന്ന ഷർട്ടാ, ലക്കി ഷർട്ടാണ്. അപ്പോൾ വക്കീൽ പറയും നിൻ്റെ അമ്മയെന്നല്ല ആര് പറഞ്ഞാലും കോടതി കേൾക്കത്തില്ല,
പിന്നെ വൈറ്റ് ഷർട്ട് ഇടാൻ പറഞ്ഞതിൽ വേറെ കാര്യമുണ്ട്, ആ ഷർട്ട് കൊണ്ടുവന്നെങ്കിൽ ഇടാൻ പറയും. അപ്പോൾ ഹീറോ പറയില്ല കൊണ്ടുവന്നിട്ടില്ലാന്ന്. അപ്പം നമ്മുടെ വക്കീൽ തന്നെ പുള്ളി കിട്ടുന്ന വൈറ്റ് ഷർട്ട് ഒരു ഹീറോയ്ക്ക് കൊടുക്കും. ഇതൊക്കെ നിക്കൽത്ത് കാണുന്നുണ്ട്. സംഭവം നമ്മുടെ വക്കീൽ ഹീറോയുടെ നാള് വെച്ച് എന്തൊക്കെയോ നോക്കിയിട്ടാണ് ഈ വെള്ള ഷർട്ട് ഇന്നിടാൻ കൊടുത്തത്. അത് കഴിഞ്ഞ് വിചാരണ ടൈമായി. അങ്ങനെ ഹീറോ അകത്ത് കയറുമ്പോൾ തന്നെ ഈ ജഡ്ജി ഹീറോനെ അടിമുടി ഇങ്ങനെ നോക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ലേഡി വക്കീൽ നിക്കൽത്തിനോട് പറയും, ഇതെന്താ ഇവരിങ്ങനെ നോക്കുന്നതെന്ന്. അതിന് നിക്കൽത്ത് പറയും, മാം ഇതാണ് സ്മിത താക്കൂർ, അവർ മൊത്തത്തിൽ ഒരാളെ ഇങ്ങനെ വീക്ഷിക്കുമെന്ന് പറയും. അപ്പം നമ്മുടെ വക്കീൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാനൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ജഡ്ജി ഹീറോയോട് ചോദിക്കും, നിങ്ങളുടെ പേരിലെ കുറ്റങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ, ഇപ്പോഴും നിങ്ങളത് സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണോ ചോദിക്കും. അതിന് ഹീറോ അതേന്ന് പറയും. ആ സമയം ഭണ്ഡാർ വക്കീൽ എണീറ്റ് 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ സ്വന്തം വീട്ടിൽ റാപ്പ് ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തി ഇങ്ങനെ സനയ്ക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ഭണ്ഡാർ വക്കീൽ പറയും, ഈ കേസ് അന്വേഷിക്കുന്ന ചീഫ് രഘുസാറുണ്ട്. അപ്പോൾ ചീഫ് വന്നിട്ട് പറയും, ഈ കേസിൻ്റെ എല്ലാ രേഖകളും എവിഡൻസും കോടതി ഏൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ പ്രത്യേകം ഞാൻ അന്വേഷിച്ച കേസാണത്, അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് വിശദീകരിച്ച് പറയണമെന്ന്. എന്നിട്ട് ചീഫ് അതിന് ആദ്യം മുതൽക്കേ പറയും. ചീഫ് ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് ഹീറോയുടെ അമ്മ എന്തോ പറ്റി എണീറ്റ് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഡിഫൻസിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലേഡി വക്കീൽ എനിക്ക്, ഓഫീസർ നിങ്ങളുടെ സ്വന്തം വികാര വിഷമങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ കേസിൻ്റെ രീതിയിൽ നോക്കാൻ പറയും. എന്നിട്ട് ലേഡി വക്കീൽ ചീഫിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഹീറോ ആണ് ഇത് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ചീഫ് പറയും, അവനൊരു ആക്സിഡൻറ്റ് കേസിനാണ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതെന്ന്, പിന്നെ അവൻ ഫ്ലാറ്റിൽ നിന്ന് ഓടിപ്പോകുന്ന കണ്ട സാക്ഷിയുണ്ട്, അതുമല്ല അവൻ്റെ കയ്യിൽ നിന്ന് മർഡറിന് ഉപയോഗിച്ച കത്തിയും ലഭിച്ചു. അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. അപ്പോൾ ലേഡി വക്കീൽ ചോദിക്കും, എന്നാൽ പിന്നെ അറസ്റ്റിന് ശേഷം എന്താ നടന്നതെന്ന് പറയും. അപ്പോൾ ചീഫ് പറയും, അതിനുശേഷം എന്താ, പ്രതിയുടെ മൊഴിയെടുത്തു. ഉടനെ വക്കീൽ പറയും, ഞാൻ ചോദിച്ചത് അതല്ല, അറസ്റ്റ് ചെയ്ത ഉടനെ എന്ത് സംഭവിച്ചു എന്ന്. അപ്പോഴും ചീഫ് പറയും, അവനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം വക്കീൽ ചോദിക്കും, എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എവിഡൻസായി എടുത്ത ഇൻഹീലർ ഹീറോയുടെ കയ്യിൽ കൊടുത്തതെന്ന്. അവൻ്റെ ജീവൻ ആപത്തിലായിരുന്നു. ആ സമയം ഞാൻ മനുഷ്യത്വം മാത്രമാണ് ചിന്തിച്ചത്. എന്നാൽ പിന്നെ മനുഷ്യത്വമാണ് വലുതെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്ന് ലേഡി വക്കീൽ ചോദിക്കും. ചീഫ് ഒന്നും മിണ്ടില്ല. അത് കഴിഞ്ഞ് വക്കീൽ ജഡ്ജിയോട് പറയും, ഇത്രയും അശ്രദ്ധയുള്ള ഒരു പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരു കേസിൻ്റെ റിപ്പോർട്ട് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? പോലീസിൻ്റെ ഭാഗത്തെ ഇത്രയും മിസ്റ്റേക്കുകൾ പരിഗണിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവ് തരണമെന്ന് ലേഡി വക്കീൽ പറയും. ആ സമയം ഭണ്ഡാർ വക്കീൽ എണീറ്റ് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ കത്തിയിലും മറ്റു എവിഡൻസിലുമൊക്കെ ഹീറോയുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ നിയമത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ലേഡി വക്കീൽ സംസാരിച്ചതെന്ന് ഈ ഭണ്ഡാർ വക്കീൽ പറയും. ഇതെല്ലാം കേട്ടിട്ട് ജഡ്ജി പറയും, ഇൻവെസ്റ്റിഗേഷനുള്ള ഉത്തരവ് തരാൻ കഴിയില്ലെന്ന്, ജാമ്യവും തരില്ലെന്ന് കോടതി പിരിച്ചുവിട്ടു. ഹീറോ ഇതെല്ലാം കണ്ടു ഒന്നും പറയാനും പറ്റില്ല, ചെയ്യാനും പറ്റാത്ത അവസ്ഥ. ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇല്ല, എൻ്റെ പൊന്നെ. അവിടുന്ന് സീൻ കട്ടിയത് ഹീറോ ഇപ്പോൾ വീണ്ടും ജയിലിലാണ്. അവിടുന്ന് ചേച്ചിയെ വിളിച്ചിട്ട് ഹീറോ ചോദിക്കും, അമ്മയ്ക്ക് ഇങ്ങനെയുണ്ട്, അമ്മ എന്താ ഇറങ്ങിപ്പോയെന്ന്. അമ്മയ്ക്ക് ചെറിയ ക്ഷീണം ഉണ്ടായതാ, വേറെ കുഴപ്പമൊന്നുമില്ല, അടുത്ത ഹിയറിങ്ങിന് ഉണ്ടാവും. അടുത്ത സീനിൽ ചേച്ചി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ പറയും, ഇത്രയും ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പോൾ ചേച്ചി പറയും, എല്ലാ കാര്യങ്ങളും ഡോക്ടറിന് അറിയാമല്ലോ, എൻ്റെ ജോലി പോയി, പിന്നെ വീട്ടിലെ അവസ്ഥ, അതൊക്കെ കൊണ്ടാണ് ഇത്ര ടെൻഷനാണ്. അപ്പോൾ ഡോക്ടർ പറയും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, കൂളായിരിക്കുക, ഇല്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഹിയറിങ്ങിന് ഹീറോനെ കോടതി കൊണ്ടുവന്നു. ഇപ്പോൾ ഹീറോയുടെ കൂട്ടുകാരനെ വിചാരണയ്ക്ക് വിളിച്ചു. അവനോട് ഭണ്ഡാർ വക്കീൽ ചോദിക്കും, അന്നേ ദിവസം എന്താണ് സംഭവിച്ചത്, ആദ്യം വിളിച്ചപ്പോൾ എന്താണ് ഉണ്ടായെന്ന്. അതിന് കൂട്ടുകാരൻ പറയും, ഞങ്ങളന്നൊരു കളി ജയിച്ചു, അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഹീറോ വന്നില്ല. അങ്ങനെ ഹീറോ വിളിച്ച സമയത്ത് ഹീറോ ഒരു പെണ്ണുമായി വഴക്കിലായിരുന്നു. അവളെന്തോ കേസ് കൊടുക്കും, കംപ്ലൈൻറ്റ് ചെയ്യും, നിന്റെ പണി തെറിപ്പിക്കും എന്നൊക്കെ പറയുന്ന കേട്ടു. ഇത് കേട്ടിട്ട് ഭണ്ഡാർ വക്കീൽ പറയും, ആ സന എന്നുള്ള കുട്ടി അവളെ ഉപദ്രവിക്കല്ലെന്നും കംപ്ലൈൻറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് ഈ കൂട്ടുകാരൻ ഫോൺ വഴി കേട്ടു എന്ന്. അപ്പം ലേഡി വക്കീൽ എണീറ്റ് കൂട്ടുകാരനോട്, അന്നത്തെ പാർട്ടി അത്യാവശ്യം വലിയ പാർട്ടി ആയിരുന്നില്ലേ? അതിന് കൂട്ടുകാരൻ അതേന്ന് പറയും. ഒരുപാട് സൗണ്ടും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതിനും കൂട്ടുകാരൻ അതേന്ന് പറയും. അപ്പോൾ ഈ സനയുടെ സൗണ്ട് താൻ കേട്ടിട്ടുണ്ടോ? അതിന് കൂട്ടുകാരൻ ഇല്ലയെന്ന് പറയും. പിന്നെ എങ്ങനെയാണ് ഹീറോയോട് വഴക്കിട്ട ആൾ സനയാന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ? അപ്പോൾ കൂട്ടുകാരൻ പറയും അറിയില്ലെന്ന്. എന്നിട്ട് കൂട്ടുകാരനോട് ചോദിക്കും, ഹീറോന് എത്ര നാളായിട്ട് അറിയാം? അവൻ്റെ ഉള്ളിലൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ടോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊല്ലാനൊക്കെ ഉള്ള ധൈര്യമുണ്ടോ? അതിന് കൂട്ടുകാരൻ പറയും ഇല്ലാന്ന്. അത് കേൾക്കുമ്പോൾ ഹീറോയുടെ മുഖത്തൊരു ചിരി തെളിയും. അതിനുശേഷം ഈ കാന്താറിനെ വിചാരണയ്ക്ക് വിളിക്കും. അതായത് ആ ഫ്ലാറ്റിൽ നിന്ന് ഹീറോ ഓടിപ്പോകുന്ന കണ്ട തന്തപ്പടി. അയാളോട് ഈ ഭണ്ഡാർ വക്കീൽ പറയും അന്ന് എന്താ സംഭവിച്ചെന്നെല്ലാം പറയാൻ. പുള്ളി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഭണ്ഡാർ വക്കീൽ ചോദിക്കും, സനയ എങ്ങനെയുള്ള കുട്ടിയായിരുന്നു എന്ന്. അതിന് ഈ തന്ത പറയും, അവൾ നല്ലൊരു അച്ചടക്കമുള്ള ഒരു പാവം കുട്ടിയായിരുന്നു, അവളൊരു പ്രശ്നക്കാരിയല്ലാന്ന്. അപ്പം ലേഡി വക്കീൽ എണീറ്റ് ഒരു പേപ്പർ ജഡ്ജിയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, ഇയാൾ പറഞ്ഞ നല്ല സ്വഭാവമുള്ള പാവം കുട്ടിയുടെ പേരിൽ ഇയാൾ കൊടുത്ത പരാതികളാണ് അതെന്ന്. അവൾ മോശം പെണ്ണാണ്, അവളുടെ ഫ്ലാറ്റിനുള്ളിൽ പല അനാശാസ്തികൾ നടക്കാറുണ്ട്,
ഒരു പ്രാന്ത് പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ള കംപ്ലയിൻസ് ആണെന്ന്. അപ്പം ഇയാൾ തേഞ്ഞ് എന്നുള്ള രീതി നോക്കും. അതിനുശേഷം അന്നത്തെ ഹിയറിംഗ് കഴിഞ്ഞു. അടുത്ത ദിവസം ഹിയറിങ്ങിനായി വീണ്ടും കോടതിയിലേക്ക് വന്നു. അടുത്ത എതിർഭാഗം വിചാരണയ്ക്ക് വിളിക്കുന്ന ആൾ ഈ ഫോറൻസിക് ഡോക്ടറാണ്. അപ്പോൾ പുള്ളിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയും. അപ്പോൾ ലേഡി വക്കീൽ എണീറ്റ് ഒരിക്കലും ഫോറൻസിക് റിപ്പോർട്ടിൽ 100% സക്സസ് കാണിക്കില്ല, പെർസെൻറ്റേജ് എറർ ഉണ്ടാവും. അതിന് ഡോക്ടറും അതേന്ന് പറയും. അങ്ങനെ എറർ ഉണ്ടാവുമെങ്കിൽ ആ എവിഡൻസിലുണ്ടായിരുന്ന ഫിംഗർ പ്രിൻറ്റ്സ് ഹീറോഡാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് ഹീറോഡ് ആയിരിക്കില്ല എന്ന് പറയും. അപ്പോൾ ബണ്ടാർ വക്കീൽ ടെൻഷനായി എണീറ്റ് വെറുതെ ഓരോന്ന് പറഞ്ഞ് കോടതിയിൽ ജയം സ്ഥാപിക്കേണ്ട, എല്ലാ തെളിവുകളും പ്രതി ആദിത്യ ശർമ്മയിലേക്കാണ് വിളിച്ചുകൊണ്ടതെന്ന് പറയും. അപ്പോൾ ജഡ്ജി ചൂടായിട്ട് പറയും, കോടതിയുടെ ജോലി കോടതിക്ക് നേരെ ചെയ്യാൻ പറ്റുമെന്ന് താങ്കളെ ധരിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കും. അത് കഴിഞ്ഞ് അന്നത്തെ വിചാരണയും പിരിച്ചുവിടും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലേഡി വക്കീൽ നിക്കൽത്തിനോട് ചോദിക്കും, നീ ആ സനയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുത്തില്ലേ, അത് പെട്ടെന്ന് റെഡിയാക്കാൻ പറയും. അപ്പം നിക്കൽത്ത് ഉടനെ നമ്മുടെ വക്കീലിനെ വിളിക്കും. വക്കീലിനെ വിളിച്ചിട്ട് അവളുടെ ഡീറ്റെയിൽസ് തരാൻ പറയും. ഉടനെ വക്കീൽ 3 ലക്ഷം. അപ്പോൾ ഇവളൊന്ന് പറയും. അപ്പോൾ വക്കീൽ എന്നാൽ പിന്നെ ശരി വെക്കുക. അപ്പോൾ നമ്മുടെ പെണ്ണ് 2.5 പറയും. അപ്പോൾ വക്കീൽ പറയും, എന്നാൽ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെണ്ടയ്ക്കയും കോവയ്ക്കയും കുറച്ചിട്ട് തരാമെന്ന്. എന്നാലും നമ്മുടെ വക്കീൽ അത് 2.5 ലക്ഷത്തിന് തന്നെ തരാമെന്ന് പറയും. അപ്പോൾ പെണ്ണ് അത് പെട്ടെന്ന് തരണം, അത്യാവശ്യമാണെന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ചീഫ് കോടതിയിൽ നിന്ന് കാറും എടുത്ത് പോകുന്ന സമയം നമ്മുടെ വക്കീലിനെ കണ്ട് അവിടെ വണ്ടി ചവിട്ടും. അപ്പോൾ വക്കീൽ ഇത് കണ്ടിട്ട്, ഇല്ല സാറേ ഞാൻ വരുന്നില്ല, എനിക്ക് സുലൈമാൻ്റെ ഓട്ടോയുണ്ട്, ഞാൻ അതിൽ പൊക്കോളാം. അപ്പോൾ ചീഫ് പറയും, ഞാൻ നിനക്ക് ലിഫ്റ്റ് തരാനല്ല നിർത്തിയേ, തനിക്ക് പറ്റിയ പണി ഇതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനതിൻ്റെ പുറകെ നടക്കണേന്ന് ചോദിക്കും. അതിന് നമ്മുടെ വക്കീൽ, സാറിനോട് കാര്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, തിരിച്ചു ആത്മാർത്ഥമായിട്ട് മറുപടി പറയണമെന്ന് പറയും. ഈ കൊലപാതകം ചെയ്തത് ആ പയ്യനാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അപ്പോൾ ചീഫ് ചോദിക്കും, എൻ്റെ കാര്യം നിൽക്കട്ടെ, നിനക്കെന്താ തോന്നുന്നത്? അവനാണോ ചെയ്തേ? അവനല്ലേ ചെയ്തേ? അതോ ഇനി അവനെ വെറുതെ വിടണോ? എന്നിട്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളെ കൂടി കൊല്ലണോ? എന്നിട്ട് ചീഫ് വക്കീലിനോട് ഒരു കാര്യം കൂടി ചോദിക്കും, നീ ആ പഴയ കാര്യം മറന്നോ, ആ പെണ്ണിനെ? അപ്പോൾ വക്കീൽ പറയും, എന്തിനാ സാറേ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നേ? അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. അതിന് ചീഫ്, ഇല്ല താൻ മറക്കരുത്, നിന്റെ മനസ്സിൽ എരിഞ്ഞിറങ്ങി കിടക്കുന്ന കനൽ, അതിനെ ഒന്ന് ഊതി കത്തിക്കേ. പിന്നെ ഞാൻ പിന്നോട്ട് പോകുന്ന ആളല്ല. 15 വയസ്സായ ഒരു മോൾ എനിക്കുണ്ട്. 15 മിനിറ്റ് അവൾ വീട്ടിലെത്താൻ വൈകിയ പിന്നെ എനിക്ക് അവളെ ഇരിക്കപ്പുറത്തില്ല. ചവറുകളൊക്കെ വൃത്തിയാക്കപ്പെടേണ്ടത് തന്നെയാണ്. അവന് തൂക്കുകയർ കൊടുക്കുന്ന അറ്റം വരെ ഞാൻ പോകും എന്നും പറഞ്ഞ് ചീഫ് അവിടെ നിന്ന് പോകുന്ന സമയം 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വക്കീലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ കുറേ മിസ്റ്ററീസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. പിന്നെ നമ്മുടെ ഹീറോ ഇപ്പോഴും ജയിലിലാണ്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത എപ്പിസോഡുമായി കാണുന്നതുവരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.